അവരുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലോ നിങ്ങൾക്കുണ്ടായ വേദനയെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറി എന്ന്. പക്ഷെ അവരിൽ നിന്നുള്ള റെസ്പോൺസ് തികച്ചും വ്യത്യസ്തമായിരിക്കും. ഞാൻ നിന്നെ ഇത്രയും അധികം സ്നേഹിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നിട്ടും നീ ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ. അതായത് നിങ്ങളുടെ വേദന ഷെയർ ചെയ്യാൻ പോയ നിങ്ങൾ ആ ഷെയർ ചെയ്തതിനും ചോദ്യം ചെയ്തതിനും ക്ഷമ ചോദിക്കേണ്ടി വരുന്നു. അവരൊരു വിക്ടിമാവുന്നു, നിങ്ങളാവുന്നു പ്രശ്നക്കാരൻ. പക്ഷെ നിങ്ങൾ ചെന്നതോ അവർ നിങ്ങളെ വേദനിപ്പിച്ചത് ചോദ്യം ചെയ്യാൻ. ഈ ഒരു ഗിൽട്ട്, പിറ്റി, വിക്ടിം പ്ലേ ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഫീലിങ്സിനെയും ഇമോഷൻസൊക്കെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരു നാർസിസിസ്റ്റിന് വളരെ ഈസി ആയിട്ട് സാധിക്കും. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു വിക്ടിം പ്ലേ, ഗിൽട്ട്, പിറ്റി ഇങ്ങനെയുള്ള പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഇവർ കൺട്രോൾ ചെയ്യുന്നത് എന്ന്. ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് നല്ല എമ്പതി ഉള്ള ആളുകൾ, അതുപോലെ നല്ല ഇന്നസെൻസ് മനസ്സിലുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെയുള്ള കൺട്രോളിൽ കൂടുതലും പെട്ടുപോകാറ്. ഇതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. സോ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സൂപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. സോ വീഡിയോയിലേക്ക് പോവാം. സോ ഈ ഒരു പാറ്റേൺ നമുക്ക് ഒരു 5 സെക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഗിൽട്ട് ആയിരിക്കും. ഇതിന്റെ അവസാനം ഇത് നിങ്ങളെ ഇമോഷണലി എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ ഒരു ഗിൽട്ട് ട്രിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ നാർസിസിസ്റ്റിന്റെ അടുത്തേക്ക് നിങ്ങളുടെ ഒരു പരാതിയോ പ്രശ്നമോ വേദനയോ പറയാൻ വേണ്ടി ചെല്ലുന്നു. അവർ നിങ്ങളോട് പറയും, നിനക്ക് വേണ്ടി ഇത്രയും അധികം സാക്രിഫൈസ് ചെയ്തു, നിന്നെ സ്നേഹിച്ചു, എല്ലാം പ്രൊവൈഡ് ചെയ്തു, കൂടെ നിന്നിട്ടും നിനക്ക് പരാതികൾ മാത്രമേ ഉള്ളൂ, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു രീതിയിലായിരിക്കും അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. നിങ്ങളുടെ വേദനയോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്യുന്ന ക്രൂരതയോ അവർക്ക് കാണാനോ അക്സെപ്റ്റ് ചെയ്യാനോ സാധിക്കില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഗിൽട്ട് ട്രിപ്പ് നടന്നു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും. ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു, കുറച്ചൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിനെയാണ് ഗിൽട്ട് എന്ന് പറയാം. അവരുണ്ടാക്കുന്ന മാനിപ്പുലേഷൻ കാരണം നിങ്ങൾക്കുള്ളിൽ ഉണ്ടായി വരുന്ന ഒരു ഗിൽട്ട്. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പിറ്റി പ്ലേ ആണ്. ഈ നാർസിസിസ്റ്റ് നിങ്ങളെ വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ ചതിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ അവരെ കൈയോടെ പിടിക്കുന്നു, നിങ്ങളിത് ചോദ്യം ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നല്ല തെളിവുണ്ട്, ആ തെളിവ് വെച്ചിട്ട് തന്നെ നിങ്ങൾ അവരോട് അത് ചോദ്യം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു നാർസിസ്റ്റിന്റെ റെസ്പോൺസ് എപ്പോഴും ഒരു പിറ്റി പ്ലേ ആയിരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല, എല്ലാവരും എന്നെ വിട്ടിട്ട് പോയി, അങ്ങനെ കുറെ അവരുടെ സൈഡിൽ ഉണ്ടായിട്ടുള്ള കുറെ വലിയ വലിയ പ്രശ്നങ്ങൾ അങ്ങ് കൊണ്ടുവന്നിടും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വലിയൊരു സിമ്പതി മേടിച്ചു പറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഇതിന്റെ ഉദ്ദേശം. ആ ഒരു സിമ്പതിയിലൂടെ അവരുടെ തെറ്റിന്റെ അക്കൗണ്ടബിലിറ്റി അങ്ങ് ഇല്ലാതെയാവും. അതായത് അവർ തെറ്റ് ചെയ്തു എന്നുള്ളത് സമ്മതിക്കുകയോ നിങ്ങളെ വേദനിപ്പിച്ചതിനൊരു ക്ഷമ ചോദിക്കുകയോ ചെയ്യില്ല. പകരം ഈ ഒരു പിറ്റി പ്ലേ അങ്ങ് നടത്തും. ഈ പിറ്റി പ്ലേ കേട്ട് മനസ്സിലാക്കാൻ വലിയ എമ്പതിയുള്ള ഒരാളായിട്ട് നിങ്ങൾ അവരുടെ മുന്നിലുണ്ടാവും. നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? സാരമില്ല, പോട്ടെ, ലൈഫല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇനി നമുക്ക് ശ്രദ്ധിക്കാം. അതായത് അവരുണ്ടാക്കിയ പ്രശ്നം നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് നിങ്ങൾ തന്നെ മാനേജ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഉണ്ടാവുന്നത്. ഇത് പറയുമ്പോൾ കുറച്ച് ഫണ്ണായിട്ട് തോന്നാം, പക്ഷെ ഇതൊരു പ്യുവർ മാനിപ്പുലേഷൻ ആണ്. നിങ്ങളുടെ വേദന അവിടെ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയി. ഇത് പാറ്റേൺ ആയിട്ട് മാറി മാറി വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കും. ഒരു സെക്ഷൻ 3യിലേക്ക് വരുന്ന സമയത്ത് ഒരു നാർസിസ്റ്റിന്റെ വിക്ടിം പ്ലേ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അവർ നിങ്ങളെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നു, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവരൊരു വിക്ടിം ആവും. അതായത് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്തായാലും നിങ്ങളുടെ ഇമോഷൻസ് വെച്ചിട്ടായിരിക്കും. അവർ നിങ്ങളെ നല്ല രീതിയിൽ ഇൻസൾട്ട് ചെയ്തു, സോ നിങ്ങൾ ഇമോഷണലി ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യപ്പെടാം, എങ്ങനെ രീതിയിലും നിങ്ങളുടെ റിയാക്ഷൻ വരാം. പക്ഷെ ആ റിയാക്ഷൻ ആയിരിക്കും അവിടെ പ്രശ്നം. അതായത് അവർ പറയും, നീ ഇത്ര മോശമായിട്ടാണ് എന്നോട് പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ ഒരു പ്രശ്നമാക്കി വലിയ ഒരു വിക്ടിം പ്ലേ അങ്ങ് നടത്തും. ഇവിടെ നിങ്ങൾ ചിന്തിക്കും,
ഞാൻ ഓവറായിട്ട് റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ പ്രശ്നക്കാരൻ, ഇത്രയൊന്നും ബിഹേവ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ കുട്ടികളെ പോലെ പെരുമാറുന്നു, ഇങ്ങനെ സ്വയം നിങ്ങൾ കുറ്റപ്പെടുത്തും. ഇതാണ് ഈ ഒരു വിക്ടിം പ്ലേയുടെ മെയിൻ പ്രശ്നം. ഈ ഒരു മാനിപ്പുലേഷൻ നിങ്ങളുടെ ഒരു തീരുമാനങ്ങളെല്ലാം ചോദ്യം ചെയ്യും. സെക്ഷൻ 4 നമ്മൾ നോക്കുന്നത് ഇത് എങ്ങനെയാണ് ഇത്ര ഈസി ആയിട്ട് വർക്കൗട്ട് ആവുന്നത്. ഈ ഒരു ഗിൽട്ട്, പിറ്റി പ്ലേ, വിക്ടിം പ്ലേ, ഇതൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇത്ര ഈസി ആയിട്ട് വർക്കൗട്ട് ആവുന്നത്? ഇതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നിങ്ങളുടെ ആ ഒരു മൈൻഡ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നല്ല പേഴ്സൺ ആണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം വരാനുള്ള മെയിൻ കാരണം. നിങ്ങളുടെ എമ്പതി, നിങ്ങളുടെ പേഷ്യൻസ്, നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. അതായത് അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന എല്ലാ വികാരങ്ങളും അഭിനയങ്ങളും സത്യമാണെന്ന് വിശ്വസിച്ച്, ഇതെല്ലാം അയാളുടെ വേദനയാണെന്ന് വിശ്വസിച്ച് അയാളെ സമാധാനിപ്പിക്കാനും അയാളെ സ്നേഹിക്കാനുമുള്ള ആ ഒരു നല്ല മനസ്സാണ് ഇതിനൊക്കെയുള്ള വഴി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗിൽട്ട് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യും. അവരുണ്ടാക്കുന്ന ഗിൽട്ട് നിങ്ങളുടെ മനസ്സിലൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്യും. ഈ സിമ്പതിക്ക് ശേഷം നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ വരും. ഈ കൺഫ്യൂഷൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതാണ് ഇതിന്റെ സക്സസ്. ഈ കൺഫ്യൂഷൻ കാരണം നിങ്ങൾ സെൽഫ് ബ്ലെയിം ചെയ്തു തുടങ്ങും. ഇവിടെ അവർ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. കാരണം നിങ്ങൾ സെൽഫ് ബ്ലെയിം ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നല്ല ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദർ വിൽ ബി എ ക്ലാരിറ്റി, നോട്ട് എ കൺഫ്യൂഷൻ. ഇനി ഒരു സെക്ഷൻ 5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ്? നിങ്ങളുടെ ഈ ഒരു സെൽഫ് ബ്ലെയിം തന്നെയാണ് നിങ്ങൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ നിങ്ങളെ തന്നെ ഇന്റേണലി നല്ല രീതിയിൽ വാലിഡേറ്റ് ചെയ്യും. നിങ്ങളാണോ പ്രശ്നക്കാരൻ, അല്ലെങ്കിൽ നിങ്ങൾ മോശക്കാരനായിട്ട് തന്നെ നിങ്ങളെ കണ്ടു തുടങ്ങും. ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, എവിടെ എങ്ങനെ റിയാക്ട് ചെയ്യണം, എന്ത് പറയണം, എന്ത് റെസ്പോണ്ട് ചെയ്യണം, പറയുന്നത് ശരിയാവോ, ഞാൻ സംസാരിച്ചാൽ തെറ്റാവോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുവോ, ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങ് കിടക്കും. ഇതൊരു നാർസിസിസ്റ്റിക് സർവൈവേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്, ഈ ഒരു മനസ്സിലുണ്ടാവുന്ന ഈ ഒരു ആഫ്റ്റർ എഫക്റ്റ്. സോ ഇങ്ങനെയാണ് ഇവരുടെ ഈ ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഗിൽട്ട്, പിറ്റി പ്ലേ, വിക്ടിം പ്ലേ ഒക്കെ നിങ്ങളുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാളുടെ മാനിപ്പുലേഷനും പ്രശ്നങ്ങളും നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, മറ്റൊരാളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, പക്ഷെ അവരുടെ പ്രശ്നങ്ങളും അവരുടെ ട്രോമകളും ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ഒരു കാരണമല്ല. ആർക്കും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ഒരു ഡിസിഷനോ അല്ലെങ്കിൽ ഒരു ചോയ്സോ എടുക്കാനുള്ള ഒരു അധികാരമില്ല. എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്, സമാധാനത്തോടെ സന്തോഷത്തോടെ നല്ല രീതിയിൽ ജീവിക്കാൻ. എനിക്കും ട്രോമയുണ്ടാവാം, നിങ്ങൾക്കും ട്രോമയുണ്ടാവാം, പക്ഷെ ഇതൊരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കാനുള്ള ലൈസൻസ് അല്ല. സോ നാർസിസിസ്റ്റിന്റെ ഈ ഒരു മാനിപ്പുലേഷൻ പാറ്റേൺ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ മനസ്സിലാക്കാം? ഇതിനൊരു ഒറ്റ സ്കില്ലാണ് വേണ്ടത്, ഒബ്സർവേഷൻ. ഇത് എന്താണ് പിറ്റി പ്ലേ, വിക്ടിം പ്ലേ അല്ലെങ്കിൽ ഗിൽറ്റ് ട്രിപ്പിംഗ് ഒക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് ഒബ്സർവ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് വേണ്ട ഒരേ ഒരു സ്കിൽ. പിന്നെ ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് ഫ്യൂച്ചറിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.